അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്നൊരു രംഗമുണ്ട്. എനിക്ക് അമിതമായി സന്തോഷം വരുമ്പോൾ അതിലേക്കൊരു വാചകം കണ്ടാൽ അതിലേക്ക് നോക്കിയിട്ട് എനിക്ക് വിഷമം വരാനും, അതേപോലെ തന്നെ എനിക്ക് വല്ലാതെ സങ്കടങ്ങൾ വരുമ്പോൾ ആ വാചകത്തിലേക്ക് നോക്കിയാൽ എനിക്ക് സന്തോഷം തോന്നുകയും ചെയ്യുന്ന ഒരു വാചകം എനിക്ക് എഴുതി തരണമെന്ന് പറയാം. ബീർബൽ അധികമൊന്നും ആലോചിച്ചിട്ടില്ല, ഒരൊറ്റ വാചകമാണ് എഴുതിയത്: ഈ സമയവും കടന്നു പോകും. അമിതമായ സന്തോഷം തോന്നുമ്പോൾ ഈ സമയവും കടന്നു പോകുമെന്ന വാചകത്തിന് വലിയ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം സ്ഥിരമല്ല, ഏത് നിമിഷവും അസ്തമിക്കാൻ സാധ്യതയുള്ള സന്തോഷങ്ങളാണ്. രണ്ടാമത് പറഞ്ഞത്, വിഷമം ഭീകരമായിട്ട് മനസ്സിനെ വേട്ടയാടുമ്പോൾ, ഹൃദയത്തെ തരിപ്പിക്കുന്ന വേദന വരുമ്പോൾ ഈ സമയവും കടന്നു പോകുമെന്നുള്ള വാചകം കാണുമ്പോൾ ആശ്വാസവും സന്തോഷവും തോന്നുമല്ലോ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. ഒരു സന്തോഷവും സ്ഥിരമായി അനുഭവിക്കുന്നതുമല്ല, ഒരു ദുഃഖവും സ്ഥിരമായി ഉണ്ടാവുന്നതുമല്ല. ഒരുപാട് ആഹ്ലാദങ്ങളുടെയും ആനന്ദങ്ങളുടെയും നടുവിൽ നിലനിൽക്കുമ്പോൾ പോലും ഇത് ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ആഹ്ലാദമാണ്, ആനന്ദമാണ്, അഭിവാജ്ഞയാണെന്നൊന്നും ചിന്തിക്കാതെ എപ്പോഴും നശിച്ചു പോവാൻ സാധ്യതയുള്ളതാണെന്ന് ആലോചിക്കുക. അതേപോലെ വിഷമങ്ങളുടെ ഭീകരമായ സങ്കടങ്ങൾ നമ്മളുടെ ഹൃദയത്തെ കീറി മുറിക്കുമ്പോൾ ആ വിഷമത്തിനിടയിലും നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സമയവും കടന്നുപോയി, ഇനി എനിക്കൊരു നന്മയുള്ള സന്തോഷമുള്ള അവസരം വരാനുണ്ടെന്നാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴായി അത് തന്നെയാണ്. ഫൈനമഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസം കഴിഞ്ഞാൽ പിന്നീടൊരു എളുപ്പം വരാനുണ്ട്. ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതം കയറ്റിറക്കങ്ങളിലൂടെയുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ആലോചിക്കേണ്ടത്, എല്ലാ സമയവും കഴിഞ്ഞുപോയി നന്മയുള്ള ഒരു സാഹചര്യം വരുമെന്നും, ആഹ്ലാദങ്ങളിൽ ആനന്ദിക്കുമ്പോൾ ഇത് ശാശ്വതമല്ല എന്നുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രപഞ്ച സ്രഷ്ടാവ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.